ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇന്ന് 2024 ജൂലൈ 21 ഗുരു പൂർണിമയായി ആഘോഷിക്കുന്നു. എന്താണ് ഗുരു പൂർണിമ? ഹിന്ദുക്കളും ബുദ്ധ മത അനുയായികളും അനുഷ്ഠിച്ചു പോരുന്ന ഗുരുവന്ദനമാണ് ഗുരു പൂർണിമ. എന്താണ് ഗുരു എന്ന വാക്കിന്റെ അർത്ഥം? ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ട്, രു എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുന്നത്. അതായത് ഇരുട്ടിനെ ഇല്ലാതാക്കുന്നവൻ ആരോ അവനാണ് ഗുരു എന്ന് പറയുന്നത്. ഇരുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കി ജ്ഞാനത്തിലേക്ക് നയിക്കുന്നവനാണ് ഗുരു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കുന്നവൻ, അസത്തിൽ നിന്ന് സത്തിലേക്ക് നയിക്കുന്നവൻ, അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് നയിക്കുന്നവൻ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിനം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു ആക്ട് ആസ് ഗൈഡിംഗ് ലൈറ്റ്സ് ആൻഡ് നോളജ്. He dispels ignorance, removing ignorance and illuminating the path towards enlightenment. രാമകൃഷ്ണ പരമഹംസർ പറയും, Who is the real guru or teacher? Your real teacher is within you. He is the only true teacher who is illuminated by the light and true knowledge. അപ്പോൾ യഥാർത്ഥ ഗുരു എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ പ്രകാശസ്വരൂപനായ ജ്ഞാനസ്വരൂപനായ ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനാണ് നമ്മെ നല്ലതിലേക്ക്, അതായത് ജ്ഞാനത്തിലേക്ക്, പ്രകാശത്തിലേക്ക് നയിക്കുന്നവൻ. പുറംകണ്ണു തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ, അകക്കണ്ണു തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. അപ്പോ നാം ഉറക്കമുണരുമ്പോ സൂര്യൻ ഉദിക്കുമ്പോഴാണ് ഉറക്കം ഉണരുന്നത്. അപ്പൊ പുറം കണ്ണ് തുറക്കാൻ സൂര്യൻ മതി. എന്നാൽ അകക്കണ്ണ് തുറപ്പിക്കണമെങ്കിലോ ആര് വേണം? ആശാൻ ബാല്യത്തിലെത്തണം. അവിടെ ഗുരു വേണം. അപ്പോ ജീവിതത്തിൽ ഗുരുക്കന്മാരുടെ ആവശ്യകത വളരെ വലുതാണ്. അതാണ് പറയുന്നത്, ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണുർ ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പൊ ഗുരു എന്ന് പറയുന്നത് ബ്രഹ്മമാണ്, വിഷ്ണുവാണ്, മഹേശ്വരനാണ്, എല്ലാം പരബ്രഹ്മം തന്നെയാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗുരു പൂർണിമ വരുന്നത് ശകവർഷത്തിലെ ആഷാഢമാസത്തിലെ പൗർണമിയിലാണ്. ഇത് ബുദ്ധമതക്കാർ ഇതിനെ ഗുരു പൂർണിമയായി ആഘോഷിക്കാൻ കാരണം ഉത്തർപ്രദേശിലെ സാരനാഥിൽ വെച്ചാണ് ശ്രീബുദ്ധൻ ആദ്യമായി ഉപദേശം നൽകിയത്. അതുകൊണ്ട് ബുദ്ധ അനുയായികൾ അതിനെ ഗുരു പൂർണിമയായി ആഘോഷിക്കുന്നു. എന്നാൽ ഹിന്ദുക്കളാണെങ്കിലോ പുരാതന ഹിന്ദു കാലഘട്ടത്തിലെ പ്രധാന ഗുരുക്കന്മാരിൽ ഒരാളായ വ്യാസമഹർഷിയെ അനുസ്മരിച്ചാണ് ഈ ഗുരു പൂർണിമ നടത്തുന്നത്. അതിനെ വ്യാസ പൂർണിമ എന്ന് പറയും, അല്ലെങ്കിൽ വ്യാസ ജയന്തി എന്ന് പറയും. വ്യാസൻ ജനിച്ച ദിവസമാണ്. കൂടാതെ പ്രസ്ഥാനത്രയത്തിലൊന്നായ ബ്രഹ്മസൂത്രം വ്യാസൻ പൂർത്തിയാക്കിയത് ഈ ദിവസമാണ്. ഇനി ആരാണ് ഈ വ്യാസൻ? വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. അപ്പോൾ
വസിഷ്ഠ മഹർഷിയുടെ വംശക്കാരനാണ്. വസിഷ്ഠനാരാണ്? ബ്രഹ്മാവിന്റെ പുത്രൻ. ബ്രഹ്മാവിന്റെ പുത്രൻ വസിഷ്ഠൻ, വസിഷ്ഠന്റെ പുത്രൻ ശക്തി, ശക്തിയുടെ പുത്രൻ പരാശരൻ, പരാശരന്റെ പുത്രനാണ് വ്യാസൻ. മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ വ്യാസനായും വ്യാസരൂപത്തിലുള്ള വിഷ്ണുവായും വസിഷ്ഠന്റെ വംശക്കാരനായും ബ്രഹ്മജ്ഞാനത്തിന്റെ നിധിയായും വ്യാസൻ അറിയപ്പെടുന്നു. വ്യാസന്റെ ജനനം എങ്ങനെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. വ്യാസന്റെ അച്ഛൻ പരാശരമുനി എന്ന് പറഞ്ഞു. ഒരിക്കൽ പരാശരമുനി ഒരു നദി കടക്കാനായി വന്നു. അപ്പോൾ അവിടെ കടത്തുകാരനായ മുക്കുവൻ ഉണ്ടായിരുന്നില്ല. അയാളുടെ മകളായ മത്സ്യഗന്ധി സത്യവതി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവളോട് ഒന്ന് നദി കടത്തി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വള്ളത്തിൽ ആ പരാശര മുനിയും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പരാശര മുനിക്ക് ഇവളിൽ കൗതുകം തോന്നി. അപ്പോൾ ഇവളോട് സംഗമിക്കണമെന്ന് തോന്നി. പക്ഷേ ഇവള് പറഞ്ഞു, ഞാൻ മുക്കുവ സ്ത്രീയാണ്, കന്യകയാണ്. അപ്പോൾ പരാശര മുനി പറഞ്ഞു, നിന്റെ കന്യകാത്വത്തിന് ഒന്നും സംഭവിക്കുകയില്ല, മാത്രമല്ല നിന്റെ ഈ മത്സ്യഗന്ധം മാറി സുഗന്ധമായി മാറുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒരു ദ്വീപിൽ വെച്ച് സംഗമിച്ചു. അതിനുണ്ടായ പുത്രനാണ് വ്യാസൻ. ജനിച്ചപ്പോൾ തന്നെ ബ്രഹ്മജ്ഞനായി അമ്മയോട് യാത്രയും ചോദിച്ചു പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, അമ്മ എപ്പോൾ ആവശ്യപ്പെട്ടാലും അപ്പോൾ ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. പിന്നീട് ശന്തനുവിനെ സത്യവതി വിവാഹം കഴിക്കുന്നു. അതിൽ ഉണ്ടായ വിചിത്രവീര്യൻ എന്ന പുത്രന് വേണ്ടി 2 ഭാര്യമാരെയൊക്കെ കണ്ടുപിടിക്കുന്നു, അംബിക അംബാലിക. പക്ഷെ വിചിത്രവീര്യൻ മരിക്കുമ്പോൾ ആ വംശം നശിച്ചു പോകും എന്ന് ഭയന്ന് സത്യവതി വ്യാസനെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ആ വംശം നിലനിർത്തിയത് അവിടെ പാണ്ഡുവും അതുപോലെ ധൃതരാഷ്ട്രവും പിന്നെ വിതുരരും ജനിച്ചത് വ്യാസൻ വഴിയാണ്. അപ്പൊ അങ്ങനെ പാണ്ഡവ വംശവും കൗരവ വംശവും നിലനിന്നത് വ്യാസൻ വഴിയാണ്. ഈ വ്യാസൻ ദ്വീപിൽ വച്ച് ജനിച്ചതുകൊണ്ട്, അതുപോലെ തന്നെ കറുത്ത നിറമുള്ളതുകൊണ്ടും കൃഷ്ണ ദ്വൈപായനൻ എന്നാണ് വ്യാസനെ വിളിച്ചത്. വ്യാസന്റെ പേര് അതാണ്, കൃഷ്ണ ദ്വൈപായനൻ. പിന്നെ വേദങ്ങളെ വിന്യസിച്ചതുകൊണ്ട്, വേദങ്ങളെ 4ആയി വിഭജിച്ച് തന്റെ ശിഷ്യന്മാർക്കെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പൊ അതുകൊണ്ട് വേദവ്യാസൻ എന്നും പേര് വന്നു. ഋഷീശ്വരന്മാരുടെ പരമ്പര തേടി പോകുമ്പോൾ അവസാനം ചെന്നെത്തുന്നത് വ്യാസനിലാണ്. 18 പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, അതുപോലെ ഏറ്റവും വലിയ ഇതിഹാസമായ മഹാഭാരതം, ബ്രഹ്മസൂത്രം തുടങ്ങിയ ഉത്കൃഷ്ട കൃതികൾ ഇതെല്ലാം രചിച്ചത് വ്യാസനാണ്. വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്നാണ് പറയുന്നത്. അതായത് വ്യാസന്റേതല്ലാത്തത് ആയിട്ട് ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ മഹാഭാരതം 1,00,000-ൽ കൂടുതൽ ശ്ലോകങ്ങളുള്ള ഇതിഹാസമാണ് മഹാഭാരതം. അത് ആരെ കൊണ്ട് എഴുതാൻ സാധിക്കില്ല. അതുകൊണ്ട് ആരെ കൊണ്ടാണ് എഴുതിപ്പിച്ചത്? ഗണപതിയെ കൊണ്ടാണ്. അപ്പൊ ഗണപതിയെ കൊണ്ട് എഴുതിപ്പിച്ചതും 1,00,000-ൽ പരം ശ്ലോകങ്ങളുള്ളതുമായ ഏറ്റവും വലിയ ഇതിഹാസമാണ് മഹാഭാരതം. ഇത് രചിച്ചത് വ്യാസനാണ്. യതിഹാസ്തി തദന്യത്ര എന്നേഹാസ്തി ന തത് ക്വചിത്. ഇതിലുള്ളത് മറ്റു പലയിടത്തും കാണും, എന്നാൽ ഇതിലില്ലാത്തത് മറ്റൊരിടത്തും കാണുകയില്ല. അപ്പോ വ്യാസൻ എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ നിധി തന്നെയാണ്. അപ്പോ പ്രകൃതിയെപ്പറ്റിയും പ്രകൃതി എങ്ങനെ ഉണ്ടായെന്നും ഈശ്വരനിൽ ബ്രഹ്മം എന്താണെന്നും ആ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം, ആ പ്രപഞ്ചം എങ്ങനെയാണ്, ബ്രഹ്മ സത്യം, ജഗത് മിഥ്യ, ഇങ്ങനെയുള്ള ആ തത്വങ്ങൾ ഇതെല്ലാം ആ വ്യാസന്റെ കൃതികളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളെ വർദ്ധിപ്പിക്കുന്നതാണ് വ്യാസന്റെ കൃതികൾ. അതുപോലെ പുരുഷാർത്ഥങ്ങൾ സാധിപ്പിച്ചു തരുന്നു. ഏതൊക്കെയാണ് പുരുഷാർത്ഥങ്ങൾ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതെല്ലാം
സാധിപ്പിക്കുന്നതിന് ഉപകരിക്കുന്ന ഗ്രന്ഥമാണ് വ്യാസകൃതികൾ. സത്യസ്വരൂപത്തെ നമുക്ക് മുമ്പിൽ ബന്ധനങ്ങളില്ലാതെ അവതരിപ്പിച്ച് കാണിച്ചു തരുന്നു. അങ്ങനെ അറിവിന്റെ ഒരു ഭണ്ഡാരം തന്നെയാണ് വ്യാസൻ. വ്യാസൻ എന്ന് പറയുന്നത് ഒരു വലിയ ഗുരു തന്നെയാണ്. അതിനാൽ വ്യാസന്റെ ജന്മദിനം നാം ഗുരു പൂർണിമയായി ആഘോഷിക്കുന്നു. വ്യാസന്റെ അനുഗ്രഹം നേടിയാൽ എല്ലാ വിദ്യകളും കൈവരും, എല്ലാ ദോഷങ്ങളും അകന്നുപോകും. ഗുരുവിന്റെ ഇഷ്ടവും പ്രീതിയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ വിഷ്ണുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലും അതുപോലെ ഗുരുവിന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കണം. ത്രിമൂർത്തികളിൽ കുടികൊള്ളുന്ന ഗുരുവിനെ നമ്മൾ പരബ്രഹ്മമായി ദർശിക്കണം. ഒരേ സമയം രക്ഷിതാവും ശിക്ഷകനുമാണ്. ഗുരുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ദോഷങ്ങളും, കാമക്രോധ ലോഭമോഹ, എല്ലാ മതമാത്സര്യം എല്ലാം ഇല്ലാതാകുന്നു. അപ്പൊ ഇവ ഇല്ലാതാകുമ്പോൾ നമുക്ക് ആ സത്യസ്വരൂപനെ, ഉള്ളിലുള്ള ആ സത്യസ്വരൂപനെ അനുഭവിച്ച് അറിയാൻ സാധിക്കുന്നു. അപ്പോൾ ആ ആത്മചൈതന്യത്തെ അനുഭവിച്ചറിയണമെങ്കിൽ ഒരു ഗുരുവിന്റെ സഹായം വേണം. അങ്ങനെ സത്യസ്വരൂപനെ നാം അനുഭവിച്ചറിയുമ്പോൾ നാം അഹം ബ്രഹ്മാസ്മി എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതായത് ജീവാത്മ പരമാത്മ ഐക്യത്തിലേക്ക് എത്തുന്നു. അപ്പൊ അതിന് നമുക്കൊരു ഗുരു ആവശ്യമാണ്. അപ്പൊ ഈ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത് ഗുരുക്കന്മാരിൽ നിന്നാണ്. വിദ്യ പൂർണ്ണമാകണമെങ്കിൽ നാം എന്തു ചെയ്യണം? ഗുരുപരമ്പരയിലെ ആചാര്യന്മാരെ വന്ദിക്കണം. ഈ ഗുരു പൂർണിമ ദിനത്തിൽ നമുക്ക് ഗുരുവന്ദന മന്ത്രങ്ങൾ ചൊല്ലാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വ്യാസായ വ്യാസരൂപായ വിശ്വബ്രഹ്മണേ നമഃ. ഓം വിഷ്ണവേ നമഃ. ഓം നമോ വിശ്വരൂപായ വിശ്വായ വിശ്വാത്മനേ നമഃ. ഓം നമഃ ശിവായ. ഓം നമോ ഭഗവതേ കേശവായ മാധവായ മധുസൂദനായ നമഃ. ഇനി വേദവ്യാസന്റെ മൂലമന്ത്രം. ഓം വ്യാം വേദവ്യാസായ നമഃ. വേദവ്യാസന്റെ പൂർണ്ണമന്ത്രം. ഓം നമോ ഭഗവതേ വിഷ്ണവേ മധുസൂദനായ നാരായണായ ചന്ദ്രാത്മനേ വ്യാസരൂപായ പൂർണായ നമഃ. ഇനി ഈ ഗുരുപൂർണിമ ദിനത്തിൽ നമുക്ക് ശങ്കരാചാര്യ വിരചിതമായ ഗുർവഷ്ടകം, അതിലെ ആദ്യത്തെ ശ്ലോകം അനുസ്മരിക്കാം. ശരീരം സ്വരൂപം തഥാ വാ കളത്രം യശശ്ചാരു ചിത്രം ധനം മേരുതുല്യം മനശ്ചേന്ന ലഗ്നം ഗുരോരംഘ്രി പത്മേ തതക്കും 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 തതക്കും. അപ്പൊ ശരീരത്തിന് എത്ര സൗന്ദര്യം ഉണ്ടാകട്ടെ, ഭാര്യമാരുണ്ടാകട്ടെ, മേരുതുല്യം ധനമുണ്ടാകട്ടെ, എന്തൊക്കെ ഉണ്ടായാലും മനസ്സ് ഗുരുവിൽ അർപ്പിച്ചില്ലെങ്കിൽ തതക്കും 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 എന്ത് ഫലമാണ്
അതിനുള്ളത്. ഗുരുവിന്റെ കാരുണ്യമില്ലെങ്കിൽ വിദ്യകളാകട്ടെ, ധനമാകട്ടെ, സിദ്ധികളാകട്ടെ, യശസ്സാകട്ടെ, ഭൗതിക സുഖങ്ങളാകട്ടെ എല്ലാം നിരർത്ഥകങ്ങളാണ്. അജ്ഞാന അന്ധകാരത്തെ മാറ്റി നമ്മുടെ ഉള്ളിൽ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നവനാണ് ഗുരു. ഗുരുവിലുള്ള സമർപ്പണം കൊണ്ട് മാത്രമേ നമ്മുടെ വ്യക്തിത്വം ഉയരുകയുള്ളൂ. അല്ലെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉന്നതി ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ഒരു നല്ല മനുഷ്യ ജന്മമാണ് കിട്ടിയിരിക്കുന്നത്. ആ ജന്മം സഫലമായി തീരണമെങ്കിൽ ഗുരുനാഥന്റെ പാദങ്ങളിൽ മനസ്സ് അർപ്പിക്കണം. ഗുരുനാഥന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഭഗവാന്റെ നാമങ്ങൾ നമ്മുടെ നാവിൻ തുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് പരമപുരുഷാർത്ഥമായ മോക്ഷപ്രാപ്തിയിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗുരുവിന്റെ അനുഗ്രഹം ആദ്യം നേടാൻ നാം ശ്രമിക്കുക. അപ്പോൾ അതിന് എല്ലാ പേർക്കും ആ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ആത്മീയ ചിന്തനത്തിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുന്നു. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും, പിരിയാതിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.